യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കുറച്ച് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാ മെത്തേഡും തന്നെ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു റീയൂസ് മെത്തേഡ് കൂടിയാട്ടോ. ഇതുപോലത്തെ ബണ്ണൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ 2 ബണ്ണ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ബണ്ണ് ഇതുപോലെ നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പോ വരുന്ന പോലെ ഒരു പീസ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളയുക. അതായത് ആ കട്ട് ചെയ്ത് കളയുന്ന പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ആയിക്കൊള്ളും. ഞാനിപ്പോൾ ഏതാണ്ട് 1 ഇഞ്ചോളം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2 എൻഡിങ്ങും ലൈറ്റർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ബുഷിൻ്റെ മുകളിൽ നിന്ന് പിന്നീട് നൂലൊക്കെ വലിഞ്ഞു വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വലിഞ്ഞു വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ 2 എൻഡിങ്ങും ലൈറ്റർ ഉപയോഗിച്ച് നല്ലപോലെ ഉരുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് സെയിം കളറിലെ നൂല് യൂസ് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ആ ബുഷില്ലേ അത് നമുക്കിതുപോലെ ഒന്ന് തുന്നി ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചും കൊടുക്കാം. ഞാൻ പക്ഷേ തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അതിങ്ങനെ തുന്നി കൊടുത്തതിന് ശേഷം അതിപ്പോൾ ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി അതിൻ്റെ നല്ലപോലെ തുന്നി നമ്മൾ നല്ല ടൈറ്റാക്കി തന്നെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന നൂല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ വേറൊരു ബുഷ് എടുക്കുക. അതായത് കട്ട് ചെയ്യാത്തൊരു ബുഷ് ഉണ്ടല്ലോ, ആ ഒരു ബുഷ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി നമ്മൾ സൂചി നൂലും കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ രണ്ടാമത് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ച ആ ബുഷും ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ട് രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗത്ത് കൂടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നൂലിങ്ങനെ ചുറ്റി നല്ല ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലെ കിട്ടും കേട്ടോ. ഡബിൾ ലെയർ ആയിട്ടിരിക്കുന്ന പോലെ ബട്ടർഫ്ലൈ ആയിട്ട് കിട്ടും. നമ്മൾ സൈസ് കുറച്ചെടുക്കാനാണ് കേട്ടോ ഫസ്റ്റിലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി ചെയ്തിട്ടോ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. അതെ ഇതുപോലെ നമുക്കൊരു ബട്ടർഫ്ലൈ ഷേപ്പായിട്ട് കിട്ടി. ഇനി ഞാനിങ്ങനെ ചുറ്റി കൊടുത്ത ആ ഒരു സെയിം നൂലിലും സൂചിയിലും കൂടെ തന്നെ ഒരു 3 mm അല്ലെങ്കിൽ 2 mm സൈസ് വരുന്ന ബീഡ്സ് ഇങ്ങനെ കൊരുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 4 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 3 mm സൈസിലെ ബീഡ്സ് ആട്ടോ. എന്നിട്ട് അതും ഇതുപോലെ നമ്മൾ ചുറ്റിയിട്ട് നല്ല ടൈറ്റാക്കി ആ ഒരു ബണ്ണിൽ തുന്നി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ് വളരെ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഇതിനൊരു പെയറായിട്ട് ഒരെണ്ണം കൂടി സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഹെയർ ക്ലിപ്പിലോ ഹെയർ ബാൻഡിലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൽ വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഹെയർ ക്ലിപ്പിലോട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ടിക് സ്ലൈഡിൻ്റെ മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്ത് ഒട്ടിക്കുക. പക്ഷെ ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് പ്രിഫർ ചെയ്യുന്നത് B7000 ആണ്. അതാകുമ്പോൾ നല്ല സെക്യൂർ ആയിട്ട് ഒട്ടിയിരുന്നോളൂ കേട്ടോ. ഇനി നമ്മളുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിതുപോലത്തെ ഒരേ കളറിലുള്ള 4 ബുഷ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഹെയർ ബാൻഡ്. എന്നിട്ട് ഞാൻ ഇതുപോലെ എല്ലാ ബുഷും 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 4 ബുഷ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 8 പീസ് കിട്ടും. നമ്മളിനി 8 പീസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മെത്തേഡ് ചെയ്തില്ലേ അതുപോലെ ഇതുപോലെ 2 ആക്കി മടക്കിയിട്ട് സെയിം കളറിലെ നൂലും സൂചിയും കൂടി ഉപയോഗിച്ച് നല്ലപോലെ കൊരുത്ത് ഒറ്റ ഇതാക്കി ഒരു ചെറിയ വട്ടം വരുന്ന പോലെ നമ്മൾ കൊരുത്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാതും കൊരുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ എല്ലാ സ്റ്റെപ്പും ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒക്കെ കൂടി കൊരുക്കാൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓരോ പീസായിട്ട് ഇങ്ങനെ കൊരുത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ. ഒരു പീസ് ഇതുപോലെ തുന്നി ജോയിൻ ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റി പിന്നെ അടുത്ത പീസ് അങ്ങനെ നമ്മൾ ആ 8 പീസും 2 കൂടി കൂട്ടി തുന്നി വെക്കുകയാണ്. അങ്ങനെ നമ്മളുടെ 8 പീസും നമ്മളിത് നല്ലപോലെ കൊരുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂചി നൂലെടുക്കുക, എൻഡിങ് ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുക നൂലിൻ്റെ. എന്നിട്ട് ഇതുപോലെ ഒരു 4 പീസ് നമ്മളിങ്ങനെ കോർത്തെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെ ബണ്ണിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് 5 എണ്ണം യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഫ്ലവർ പോലെ നമുക്കിതിങ്ങനെ തുന്നിയെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊരുത്തെടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലെ പീസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി ഇങ്ങനെ കയറ്റി നല്ലപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് 1-2 പ്രാവശ്യം എല്ലാത്തിൻ്റെയും ഇടയിൽ കൂടെ നമുക്ക്
കോർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ സെക്യൂർ ആയിട്ടിരിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവർ ഷേപ്പൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വല്ല ഷോ പീസോ സ്റ്റോൺസോ ബീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 6 mm സൈസ് വരുന്ന ഒരു ബീഡ് ഇതുപോലെ കൊരുത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ചുറ്റുന്ന നൂല് യൂസ് ചെയ്തിട്ട് തന്നെ ഒപ്പം കൊരുത്ത് കൊടുക്കുകയാണ്. എക്സ്ട്രാ നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കൊരുത്ത് കൊടുക്കുന്നു മാത്രം. എന്നിട്ട് നല്ല ടൈറ്റാക്കി കൊരുത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നൈലോൺ ബാൻഡിലോട്ടാണ്. ബേബീസിനൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടിരിക്കും. അപ്പോൾ ഈ നൈലോൺ ബാൻഡിലേക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡാണ്. അതിനായിട്ട് ഞാൻ ഈ 2 ബുഷ് എടുത്തിട്ടുണ്ട്. സെയിം ലെങ്ത്ത് വരുന്ന കട്ട് ചെയ്തൊന്നിട്ടില്ല. അത് നമ്മൾ നോർമലി ഇതുപോലെ പിടിച്ചിട്ട് ഉള്ളിൽ കൂടെ സൂചി കയറ്റി നമ്മൾ 2 ആക്കി ഇങ്ങനെ നടുക്കിൽ കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റിലെ കട്ട് ചെയ്ത് വെച്ച ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരുന്ന ആ ഒരു പീസിലെ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളുടെ കട്ടിങ് പാർട്ട് കാണാത്ത പോലെ ഉള്ളിലേക്ക് തിരികെ വെച്ച് നമ്മളിങ്ങനെ തുന്നിക്കൊടുക്കുക. അതായത് നമ്മൾ ആ 2 ബുഷ് വെച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ വെച്ച് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരു റീയൂസ് മെത്തേഡ് കൂടി ആയിട്ടുണ്ട്. ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ട് മൊത്തത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പെയർ കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ടിക് സ്ലൈഡിലേക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുത്ത 3 ബണ്ണ് റീയൂസ് ചെയ്ത മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നൈലോൺ ബാൻഡിലും അതുപോലെ തന്നെ 2 ടിക് സ്ലൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.